20ാം തവണയാണ് ഇന്ത്യക്ക് ടോസ് നഷ്ടപ്പെടുന്നത്. ഡ്യൂ ഫാക്ടർ ഉണ്ടായിരുന്നു, പിച്ച് മുഴുവൻ നനഞ്ഞു കിടക്കായിരുന്നു. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ബോളൊക്കെ നനഞ്ഞ് അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഇന്ത്യക്ക് ബോൾ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ടോസ് നഷ്ടപ്പെട്ടത് ഇന്ത്യ തോൽവിക്ക് ഒരു കാരണമായിട്ട് നമുക്ക് കരുതാം. അതുപോലെ തന്നെ ഡ്യൂ ഫാക്ടർ വന്നതുകൊണ്ട് തന്നെ എന്നാലും ഈ 358 റൺസ് ഒരു ചെറിയ സ്കോറല്ല. ഏത് പിച്ചിലാണെങ്കിലും ഇത്രയും റൺസ് സ്കോർ ചെയ്തിട്ട് ഇന്ത്യക്ക് സൗത്ത് ആഫ്രിക്ക ടീമിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത അത്രയ്ക്കും മോശമായിട്ടുള്ള ബൗളിംഗ് പെർഫോമൻസും അതുപോലെ ഫീൽഡിംഗ് നിലവാരമില്ലാത്ത ഫീൽഡിംഗ് പെർഫോമൻസും മാത്രമാണ് ഇന്നലത്തെ തോൽവിക്ക് കാരണം. ഇന്നലെ ബോൾ ചെയ്തവരിൽ അർഷദീപ് സിംഗും ജഡേജയും മാത്രമാണ് ബൗളിംഗിൽ കുറച്ചെങ്കിലും എക്കണോമിയിൽ ബോൾ ചെയ്യാൻ കഴിഞ്ഞത്. എന്നിട്ടും ജഡേജയ്ക്ക് ഫുൾ ഓവർ കൊടുത്തില്ല. ഇന്ത്യ ബാറ്റ് ചെയ്തപ്പോൾ ലാസ്റ്റിലേക്ക് നമുക്ക് ആ ഒരു 40 ഓവർ കഴിഞ്ഞിട്ട് നമ്മൾ റണ്ണ് നിരക്ക് നമ്മൾ എടുക്കുന്ന റൺസ് കുറച്ച് കുറഞ്ഞു പോയി. അത് ജഡേജ അതിനകത്ത് പ്രധാന കാരണമാണ്. അദ്ദേഹത്തിന് 27 ബോളിൽ നിന്ന് 24 റൺസ് എടുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. കഴിഞ്ഞ കളിയിൽ അദ്ദേഹം കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ബാറ്റ് ചെയ്തിരുന്നു. പിന്നെ സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ ബാറ്റിംഗ് പറയുകയാണെങ്കിൽ നമ്മൾ ബൗമ തിരിച്ചു വന്നു. ഒരു നല്ല രാശിയുള്ള ക്യാപ്റ്റനാണ്. പിന്നെ സൗത്ത് ആഫ്രിക്കൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുവാണെങ്കിൽ അവര് ഇപ്പോ പാകിസ്ഥാൻ നടന്ന പരമ്പരയില് ടെസ്റ്റ് പരമ്പര അവർ സമനിലയാക്കുകയായിരുന്നു. ബാക്കിയുള്ള ഏകദിന ആണെങ്കിലും T20 ആണെങ്കിലും അവർ തോൽവിയോടെയാണ് ഇന്ത്യയിലേക്ക് വന്നത്. അപ്പൊ പാകിസ്ഥാന്റെ ബൗളിംഗ് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കാൾ എത്രയോ മെച്ചപ്പെട്ട ബൗളിംഗ് ആണെന്ന് പറയേണ്ടി വരും. ഇന്ത്യയുടെ ഈ ബൗളിംഗ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബുംറ ഇല്ല, അതുപോലെ നമ്മുടെ ഹാർദിക് പാണ്ഡ്യ ഇല്ല, അക്ഷർ പട്ടേൽ ഇല്ല. ഈ താരങ്ങളിലൊക്കെ പരിമിതി നമ്മൾ ഈ ഒരു മാച്ച് കാണുമ്പോൾ നമുക്ക് തോന്നും. ഇതിനകത്ത് സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ മാക്രം നന്നായിട്ട് ബാറ്റ് ചെയ്തു, 110 റൺസ്. അതിന് മാക്രം ക്വിന്റൻ ഡിക്കോക്ക് നേരത്തെ തന്നെ ഔട്ടായി. അതിനുശേഷം ബൗമയായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട്, ബൗമ 48 ബോളിൽ 46 റൺസ് എടുത്തു. ആ ഒരു കൂട്ടുകെട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരു ബേസ് തരാൻ ഇടവന്നു. അതിനുശേഷം വന്ന ബെഡ്സ്കി 64 ബോളിൽ 68 റൺസ്. തുടർച്ചയായിട്ട് രണ്ടാമത്തെ മത്സരത്തിലും ആ ഒരു ബെഡ്സ്കിയുടെ ബാറ്റിംഗ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിംഗിളും ഡബിളും ഒക്കെ എടുത്തിട്ടുള്ള ആ ഒരു ബാറ്റിംഗ് ആണ്. വെറും 6ഉം 4ഉം മാത്രമല്ല കളിയെന്ന് മനസ്സിലാക്കി. അതിനുശേഷം ബ്രവിസിന്റെ ഫസ്റ്റ് 50 ആണ്. അദ്ദേഹം ഒരു പവർ ഷോട്ട്, അദ്ദേഹത്തിന്റെ ആള് ചെറുതാണെങ്കിലും ആ പവർ ഷോട്ട് വളരെയധികം മികച്ചു നിന്നു. അതുപോലെ തന്നെ ടോണി വിസോർസി ഇടയ്ക്ക് പരിക്ക് മൂലം പോകേണ്ടി വന്നു. ലാസ്റ്റ് വന്ന കോർബിൻ ബോഷ്, അദ്ദേഹം ഒരു മാച്ച് വിന്നറാണെന്ന് പറയാം. അതായത് മാച്ച് അവസാനം വരെ നിന്ന് കളി ജയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ ഒരു സൗത്ത് ആഫ്രിക്കൻ ടീം ഈ ഒരു ബാറ്റിംഗ് നിരയാണെങ്കിലും ബോളിംഗ് നിരയാണെങ്കിലും പ്രത്യേകിച്ച് ബാറ്റിംഗ് നിര വളരെ മികച്ചതാണെന്ന് പറയാം. ഇന്ത്യ ഒന്നും ഈ ഒരു ബാറ്റിംഗ് നിരയുടെ അടുത്ത് എത്തുന്നതായിട്ട് നമ്മൾ ഈ തോന്നുന്നില്ല. ഫസ്റ്റ് മാച്ച് ആണെങ്കിൽ നമുക്ക് ആ ഒരു ഇവരുടെ വിക്കറ്റ് പോയതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ ജയിക്കാൻ കാരണമായത്. ഇനി അവസാനത്തെ മാച്ച് വിശാഖപട്ടണത്തിൽ നമുക്ക് ഇപ്പോൾ 1-1 ആയതുകൊണ്ട് ആ ഒരു മാച്ചിൽ ഒരു ത്രില്ലിംഗ് മത്സരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇന്ത്യ ഇതേ രീതിയിലുള്ള ഒരു ഫീൽഡിംഗ് അല്ലെങ്കിൽ ബൗളിംഗ് ഒക്കെ ആണെങ്കിൽ കാഴ്ചവെക്കുന്നതെങ്കിൽ ഇന്ത്യക്ക് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അവർ ടോസ് വളരെ നിർണായകമാണ്. ടോസ് ഇട്ട സമയത്ത് തന്നെ നമുക്ക് ഇന്ത്യൻ ക്യാപ്റ്റന്റെ മുഖത്തായ നിരാശ കാണാമായിരുന്നു. പിന്നെ ഇന്ത്യയുടെ ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ കോഹ്ലി മികച്ച രീതിയിൽ രണ്ടാമത്, അതായത് 53ാമത്തെ തന്റെ ഏകദിന സെഞ്ചുറി, 84ാമത് തന്നെ എല്ലാ ഫോർമാറ്റിലുള്ള സെഞ്ചുറി തികച്ചു. അപ്പൊ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു. അതിന് കൂടെ വന്ന ഋതുരാജ് ഗെയ്ക്വാദ് നമ്മുടെ ഏകദിന ടീമിൽ തുടർച്ചയായിട്ട് വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്ത കളിയിലും കൂടെ അദ്ദേഹം നല്ല രീതിയിലൊരു പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ഏകദിന ടീമിൽ നിലനിൽക്കണം എന്ന് തന്നെയാണ് ആവശ്യം. പിന്നെ ലാസ്റ്റ് വന്നിട്ട് നമ്മുടെ KL രാഹുൽജിക്ക് മാത്രമേ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ജഡേജയ്ക്കൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 30 റൺസും കൂടെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ കളി ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയുള്ള ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.